ഈ പാവപ്പെട്ട മുതല്ലിം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മുത്തലിബ് ഉസ്താദിന്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഉസ്താദ് അവരുടെ കൂടെ ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് നിൽക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു, എങ്ങനെയാ മരിച്ചു പോയത്? ആ വീട്ടുകാരന്റെ മറുപടി, കഞ്ഞി കുടിക്കുമ്പോ കുടുങ്ങിയതാണ് തൊണ്ടയിൽ, മരിച്ചുപോയി. മുസ്ലിമേ, ഏത് സെക്കൻഡിലാണ് എന്റെ മരണം എനിക്കറിയില്ല. ഏത് രോഗത്തിന്റെ പേരിലാണ് അറിയില്ല. കൊറോണയുടെ പേരിലാണോ അറിയില്ല, ക്യാൻസറിന്റെ പേരിലാണോ അറിയില്ല, കിഡ്നി ഇല്ലാത്തവനായിട്ടാണോ അറിയില്ല. 30-40 പ്രായം തികയാത്ത ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കാല് നീട്ടിക്കൊടുക്കുകയാണ്. എന്തിനാണ് എന്നറിയോ? ഷുഗർ അധികരിച്ചപ്പോ കാല് മുറിക്കേണ്ടി വന്നു. അല്ലാ, നീ കാത്തി രക്ഷിക്കണം റഹ്മാനേ. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നീ ഹറാമിന്റെ രസത്തിൽ നിൽക്കുന്നു. റബ്ബ് നിന്റെ ആരോഗ്യം തിരിച്ചു ചോദിച്ച നിന്നെ മണവാളനാക്കിയിട്ട് കൊണ്ടുപോയ ചെറുപ്പക്കാരൻ അതേ മയ്യത്ത് കെട്ടിയിൽ കയറ്റി ഖബറിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമില്ലേ? അവിടെ നിനക്ക് നേരം പോക്കിന് വാട്സപ്പ് ഇല്ല കേട്ടോ, അവിടെ നിനക്ക് നേരം പോക്കിന് ഇൻസ്റ്റഗ്രാം ഇല്ല കേട്ടോ, അവിടെ നിനക്ക് നേരം പോക്കിന് ഒരു ചാറ്റും ഇല്ല കേട്ടോ, ഒരു സംവിധാനവും ഇല്ല കേട്ടോ. ആ ഖബറിൽ കിടക്കുമ്പോ സമാധാനത്തോടെ കിടക്കണോ? ആ ഖബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കണോ? ആ ഖബറിൽ കിടക്കുമ്പോ സ്വർഗം നോക്കി കിടക്കണോ? ബഹുമാനമാ പറയാൻ പോകുന്നത് എന്നറിയോ? നമ്മളെ നാട്ടിൽ ദ്വാക്ക് നേതൃത്വത്തിന് വന്ന് മഹാനായ സജിത്ത് തങ്ങളുടെ ബഹുമാനമല്ല, അങ്ങനെ ഏതെങ്കിലും വന്ന് ഇവിടെ ദ്വാ ചെയ്തു പോയ ഏതെങ്കിലും തങ്ങന്മാരെ ബഹുമാനമല്ല, മറിച്ചോ സർവ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ ഈ ദുന്യവിയായ ലോകത്തിൽ എന്ത് അനുഗ്രഹം മോമിനായ മനുഷ്യ എനിക്കും നിനക്കും ലഭിക്കാൻ കാരണമായി വന്നൊരു നേതാവല്ലാതെ മറ്റൊന്ന് പറയാനുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ചെറുപ്പക്കാരാ, നീ വോട്ട് പിടിക്കാൻ വേണ്ടി ഏതോ രാഷ്ട്രീയക്കാരന്റെ നന്മക്ക് വേണ്ടി നീ രാത്രിയിൽ ഫ്ലെക്സ് കെട്ടുന്ന എനിക്ക് വിഷമം തോന്നിയില്ലല്ലോ. നീ താല്പര്യപ്പെട്ട രാഷ്ട്രീയക്കാരൻ ജയിക്കാൻ വേണ്ടിയിട്ട് എത്രയാ നീ അധ്വാനിച്ചത്, എത്രയാ നീ സമയം ചെലവഴിച്ചത്, എത്രയാ നീ ഓടി നടന്നത്? എന്തിനാന്നറിയോ? നീ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ഒന്ന് വിജയിച്ചു കിട്ടാനാണ്. അവർക്കൊന്ന് താൽക്കാലികമായി ഒരു 5 കൊല്ലത്തെ ഭരണം കൊടുക്കാനാണ്. 5 കൊല്ലം ഇവൻ ബാക്കി ഉണ്ടാകുമോ അറിയില്ല. മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കേ കേന്ദ്രമന്ത്രിമാര് വരെ മരിച്ചു പോയില്ലേ? ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് ഈ ഭരണം കഴിയട്ടെ എന്ന് പറയാ അധികാരമുള്ള പ്രധാനമന്ത്രിയെ കിട്ടിയോ? അസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആഭ്യന്തരമന്ത്രിയെ കിട്ടിയോ? ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാ എല്ലാ നിനക്കും മരണത്തിന്റെ സമയത്ത് പോരാ, ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും മനസ്സിന്റെ ഉള്ളിൽ കുളിർമ കിട്ടുന്നൊരു ജീവിതം വേണോ? മനസ്സിന്റെ ഉള്ളിൽ സമാധാനം കിട്ടുന്നൊരു ജീവിതം വേണോ? മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം കിട്ടുന്ന ജീവിതം വേണോ? മുസ്ലിയാരെ പ്രേമിക്കാൻ വേണ്ടിയുള്ള സ്വലാത്തല്ല, ഏതെങ്കിലും പാട്ട് പാടുന്ന തങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പാടുന്ന മുസ്ലിയര്, അല്ല ഏതെങ്കിലും പാട്ട് പാടുന്ന ചെറുപ്പക്കാരന് ആശിഖ് റസൂൽ എന്ന പേരിലോ അതല്ലാത്ത പേരിലോ പ്രേമിക്കാനുള്ള വകുപ്പുണ്ടാക്കലല്ല. മറിച്ചു ശരിയായ നിനക്കുള്ള പ്രേമം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹമാ ഉമ്മമാരെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത്. ആ സ്നേഹമാ ഉമ്മമാരെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്നേഹിച്ചത്. അത് മകളായത് കൊണ്ടുള്ള സ്നേഹമല്ല, അമ്മോശനായത് കൊണ്ടുള്ള സ്നേഹമല്ല. അല്ലെങ്കിലോ അത്തരം ഭൗതിക ലോകത്തെ പറയുന്ന മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുള്ള സ്നേഹമല്ല. എന്തിനുള്ള സ്നേഹമാണെന്നറിയോ? ശരിയായ പാരത്രിക ലോകത്തെ വിജയത്തിന്
വേണ്ടിയുള്ള സ്നേഹം, ആ സ്നേഹം അങ്ങ് സ്നേഹിച്ചപ്പോഴാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ജീവിതം മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എന്റെ ജീവിതം മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എന്റെ സമ്പത്ത് മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എനിക്കൊന്നും വേണ്ട നബിയേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയുടെ വിശാലമായ വെട്ടിത്തിളങ്ങുന്ന ആ ഭംഗിയുള്ള ഹൃദയത്തിന്റെ ഉള്ളിൽ അബൂബക്കറിന് ചെറിയൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞു ചോദിച്ചു വാങ്ങിയില്ലേ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓ ചെറുപ്പക്കാരാ, നീ സ്നേഹിച്ച പെണ്ണിനെ കൊണ്ട് നിനക്ക് കിട്ടാനുള്ളത് എന്താണ്? നിന്റെ ഭാര്യ തരുന്നതിൽ കൂടുതലൊന്നും അവക്ക് തരാൻ കഴിയില്ല. പക്ഷേ നിന്റെ സമയം നീ എത്ര ആവശ്യമില്ലാത്തതിൽ ചെലവഴിച്ചത്, എത്ര ആവശ്യമില്ലാത്തതിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത്, ആ സ്നേഹമെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്റെ ദുന്യവിയായ ലോകത്തും പാരത്രിക ലോകത്തും രണ്ട് ലോകത്തും സർവ്വ നന്മക്കും അത് കാരണമായി പോയി. 5 ദിവസമായി ഭക്ഷണമില്ല, 5 ദിവസമായി ഭക്ഷണമില്ല. ചെറുപ്പക്കാരെ, 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അൽഫാമില്ലാതെ മതിയാകൂല. 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഷവർമ കിട്ടാതെ മതിയാകൂല. 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയൂല. നല്ല ഭക്ഷണം വേണം അല്ലേ? എന്നാൽ അറിയോ, ആ 5 മണിക്കൂർ സഹിക്കാൻ കഴിയാത്ത ഞാനും നീയും അറിയണം. 5 ദിവസത്തെ വിശപ്പ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അല്ലേ? 5 മണിക്കൂർ തന്നെ വിശക്കാനുള്ള കേൾപ്പില്ല. റബ്ബേ, ഞങ്ങളെ റിസ്ക് ഞങ്ങൾ ആരെ മുന്നിൽ കൈ നീട്ടാത്ത നിലക്ക് മരണം വരെ തരണം റഹ്മാനേ. ആരെ മുന്നിലും കൈ നീട്ടി യാചിക്കുന്ന ഒരു ഗതിയോട് ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ വാലിന്റെ സദസ്സിൽ സ്നേഹിച്ചൊരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾക്കോ മുഅ്മിനാത്തുകൾക്കോ നീ മരണം വരെ തരരുത് റഹ്മാനേ. നീ ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനേ. ചോദിക്കട്ടെ വിശ്വാസികളെ, 5 മണിക്കൂർ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയൂല അല്ലേ? 5 ദിവസമായി ഭക്ഷണമില്ല. ഒരു പതിയെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. മദീനത്തെ റൗദാ ശരീഫിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പട്ടിണിയാണ് 5 ദിവസമായി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ മിമ്പറിന്റെ ചാരത്തിങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഏത് മിമ്പറാന്നറിയോ? മാ ബൈന ഖബ്രി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. മാ ബൈന ഖബ്രി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഭൂമി ലോകത്ത് സ്വർഗ്ഗം കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്നറിയോ? മദീനത്തെ റൗദാ ശരീഫിന്റെ ചാരത്ത് മുതൽ ആ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വാസികളെ, അല്ലാഹുവിനെ മറന്ന ജീവിതം ഞാനും നിങ്ങളും നയിച്ചപ്പോ മദീനയുടെ കവാടം അടച്ചു പോയല്ലേ? ഹജ്ജും ഉംറയും നിന്ന് പോയല്ലേ? സ്വർഗ്ഗം പൂട്ടപ്പെട്ടു പോയല്ലേ? അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ അദാബ് ഞങ്ങളിൽ നിന്ന് ഉയർത്തി തരണം റഹ്മാനേ. ഹജ്ജിന് തൗഫീഖ് തരണം റഹ്മാനേ. ഉംറക്ക് തൗഫീഖ് തരണം റഹ്മാനേ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഞങ്ങൾക്ക് എത്തണം. ആ സ്വർഗ്ഗത്തിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. റൗദാ ശരീഫിന്റെ മുന്നിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ അതബോടെ ബഹുമാനത്തോടെ നിൽക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് വിളിക്കണം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വിശ്വാസികളെ,